ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മീനില്ലാത്ത മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. കോവയ്ക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇത് പ്രത്യേകിച്ച് വെജിറ്റേറിയൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കറി ആയിരിക്കും. പ്രത്യേകിച്ച് നോമ്പിന്റെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറി തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പൊ നമുക്ക് മീനില്ലാത്ത മീൻ കറി അഥവാ കോവയ്ക്കക്കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ നല്ലപോലെ തന്നെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോവയ്ക്ക മുറിച്ച് തന്നെ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു 300 ഗ്രാം കോവയ്ക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു കോവയ്ക്ക 4 കഷ്ണമായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നതാണ്. കൂടുതൽ നല്ല വണ്ണുള്ള കോവയ്ക്കൊക്കെ ഇടുന്നുണ്ടെങ്കിൽ 6 കഷ്ണമൊക്കെ ആയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. ഇതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ കോവയ്ക്കൊന്ന് വഴറ്റിയെടുക്കണം ആദ്യം. അതിനുശേഷമാണ് പിന്നെ നമ്മൾ കറി തയ്യാറാക്കുള്ളൂ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കോവയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരട്ടെ. ഇതുപോലെ നമ്മൾ കോവയ്ക്ക് ആദ്യം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കറി ഉണ്ടാക്കുമ്പോഴായിരിക്കും ഈ കറി കഴിക്കാൻ തന്നെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കോവയ്ക്ക ഞാൻ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ കരിയാൻ സാധ്യത കൂടുതലാണ്. ഇതിപ്പോൾ ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ മുഴുവനായിട്ട് വെന്ത് വന്നിട്ടില്ല. ഇതിലേക്ക് ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ഇളക്കി കൊടുക്കണ്ട. ചട്ടിയിലായ കാരണം ചട്ടിയിൽ അത്യാവശ്യം ചൂടുണ്ടാവുമല്ലോ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിരുന്നു, പക്ഷെ ചട്ടിയിൽ കുറച്ച് സമയത്തേക്ക് എന്തായാലും ചൂട് നിൽക്കുമല്ലോ. പിന്നെ ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ഒന്നും ചേർക്കില്ല. ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ സ്റ്റൈൽ മീൻകറി ഉണ്ടാക്കില്ലേ, ആ സെയിം രീതിയിൽ തന്നെയാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു 4 ചെറിയുള്ളിയും അതുപോലെ ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുക്കാം. ചെറിയുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 2-3 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുക കേട്ടോ. ഞാനിനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കണില്ല, കാരണം നമ്മൾ നേരത്തെ കോവയ്ക്കയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടാണല്ലോ വഴറ്റിയെടുത്തത്. ഇനി ഇതിലേക്ക് ഒരു കുടംപുളി, അതായത് 1 കഷ്ണം കുടംപുളിയും കൂടിയും ചേർത്ത് കൊടുക്കാം. മീൻ കറിക്കൊക്കെ ചേർക്കണ അത്രയ്ക്കൊരളവിൽ കുടംപുളി ചേർക്കണ്ട കേട്ടോ, കാരണം കോവയ്ക്കായ കാരണം പെട്ടെന്ന് തന്നെ പുളി കൂടാൻ സാധ്യതയുണ്ട്. കുടംപുളി ചേർക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഒരു മീൻ കറിയുടെ ഒരു ടേസ്റ്റ് വരിക. നോമ്പിൻ്റെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറി തന്നെയാണത്. ഇനി ഇതൊരു 1/2 മണിക്കൂർ ഇതുപോലെ അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് കറി തയ്യാറാക്കാം. സമയമില്ലാന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും വെച്ചതിന് ശേഷം ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 നാളികേരം ചെരുകി പിഴിഞ്ഞെടുത്തതാണ് കേട്ടത്. 2 കപ്പ് അളവിലാണ് ഞാൻ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനെ നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പം കണ്ടില്ലേ, കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് കുറുകി അതുപോലെ കോവയ്ക്കൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വരും. ഇനി നമുക്കതൊന്ന് തുറന്നു നോക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, കോവയ്ക്കൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് കുറുകിയും വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് 1ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്.
അതായത് നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് തിളച്ച് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് തന്നെ വന്നാൽ മതി കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇത് മതി. ഇനി നമുക്കിത് അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇതിലേക്ക് നമുക്കൊരു 7-8 ചെറിയുള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഉള്ളി നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. ഇപ്പൊ കണ്ടില്ലേ, ഉള്ളി ഒന്ന് ഫ്രൈ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ കേട്ടോ. ഇത് മതി കേട്ടോ. ഉള്ളി നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് സമയം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഈ ഉള്ളി നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അവസാനം നമ്മളിതുപോലെ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കറി നല്ലൊരു കളർ വരും. ഇത് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ സ്റ്റൈൽ മീൻകറിയുടെ സെയിം ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ കഷ്ണം കോവയ്ക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വെജിറ്റേറിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും. അതുപോലെ നോമ്പിൻ്റെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറി തന്നെയാണ്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.